എൻ്റെ ആദ്യത്തെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഒക്കെ തന്നെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് NHS ജോബ്സിൻ്റെ ഒരു പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി എന്താണ് ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്? സ്റ്റാർ ടെക്നിക് എന്ന് പറയും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ NHS ജോബ് ആപ്ലിക്കേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ സെക്ഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം NHS ജോബ്സ് എവിടുന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. NHS ട്രാക്ക് വഴിയോ NHS ജോബ്സിൻ്റെ വെബ്സൈറ്റ് വഴിയോ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ആപ്ലിക്കേഷൻസ് വിടാറുള്ളത്. പല സെക്ഷൻസ് ഉണ്ട് NHS ജോബ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്. അതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന സെക്ഷൻ. എനിക്ക് തോന്നുന്ന ഒരു 1500 വേർഡ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചാലാണ് നമുക്ക് ഇന്റർവ്യൂ കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം NHSലേക്ക് അപ്ലൈ ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവരായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ജോബ് കിട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂ കോൾസ് കിട്ടാനായിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വായിച്ചിട്ടായിരിക്കും. ഇൻ്റർവ്യൂ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് നല്ല വൃത്തിക്ക് എഴുതി പിടിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട രീതിയിൽ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടിട്ട് ഈ ജോബിന് നമ്മൾ എടുക്കണം എന്നുള്ള ക്ലിയർ ആയിട്ട് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൽ എഴുതാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ജോബിൻ്റെ ഇൻ്റർവ്യൂ കോൾസ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. NHS ജോബ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രത്യേകിച്ച് മലയാളീസിൻ്റെ മൈൻഡ് സെറ്റിൽ നമ്മൾ 1-2 റിജക്ഷൻസ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് NHS ജോബ്സ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാട്, ഇതൊക്കെ എങ്ങനെ കിട്ടുന്ന ആൾക്കാർക്ക് എന്നുള്ളൊരു തോന്നൽ വരാനായിട്ടുള്ളൊരു ചാൻസസ് ഉണ്ട്. നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, NHS ജോബ്സോ അല്ലെങ്കിൽ നമ്പറോ ഏത് ജോബ്സോ ആയിക്കോട്ടെ UK റിജക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാര്യം നമുക്ക് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസോ സ്കിൽസോ ഇവർ ഉദ്ദേശിക്കുന്നതില്ല എന്നുണ്ടെങ്കിൽ there is a high possibility that we will get rejection. So rejections ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് NHS ജോബ്സിൻ്റെ ഒരു പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ റിജക്ഷൻസ് കിട്ടുന്ന പ്രതീക്ഷിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എപ്പോഴാണോ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് നമ്മളെ പറ്റിയിട്ട് എഴുതാൻ പഠിക്കുന്നത് അതുവരെ റിജക്ഷൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ബെറ്റർ ആയി തുടങ്ങും തോറും നമുക്ക് ഇൻ്റർവ്യൂ കോൾസ് കിട്ടാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഇൻ്റർവ്യൂ കോൾസ് ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ തന്നെ ചിലപ്പോൾ ജോബ് കിട്ടാൻ, ചിലപ്പോൾ ജോബ് കിട്ടാതിരിക്കാം. പക്ഷേ ഇൻ്റർവ്യൂ കോൾ വരെ എത്തുന്നിടം വരെയുള്ള കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഉറപ്പായിട്ട് ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് തന്നെയാണ്. കീപ്പിംഗ് യുവർ മൈൻഡ് ദാറ്റ് ദെർ ക്യാൻ ബി റിജക്ഷൻസ് വെൻ വി ആർ സബ്മിറ്റിംഗ് ഇൻ NHS ജോബ് ആപ്ലിക്കേഷൻ. അതും കൂടി ഒന്ന് മൈൻഡിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി എന്താണ് ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്? ആക്ച്വലി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. എന്തിന്? നമ്മുടെ സ്കിൽസ്, എക്സ്പീരിയൻസ്, ടാലൻസ്, ക്വാളിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സിനെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ജോബ് റോളിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ ആ റോളിന് ഫിറ്റ് ആകുന്നു എന്ന് എഴുതി പിടിപ്പിക്കുന്ന ഒരു കഥയാണ്. ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എഴുതുന്നത്, പക്ഷെ അത് എഴുതുന്നതിനൊരു രീതിയുണ്ട്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എഴുതുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മൈൻഡിൽ വെക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് ഇസ് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, നമ്മുടെ പേഴ്സൺ സ്പെസിഫിക്കേഷൻ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിച്ചിരിക്കണം. ആൻഡ് തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് NHS വാല്യൂസ് ഉണ്ടാവും. എല്ലാ ട്രസ്റ്റിനും അതിൻ്റെതായ വാല്യൂസും അതിൻ്റെതായ മിഷൻസും ഉണ്ടാവും. സോ വാല്യൂസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പാഷൻ അല്ലെങ്കിൽ ഇക്വാളിറ്റി, ഡൈവേഴ്സിറ്റി, ഇതൊക്കെ ഓരോ ട്രസ്റ്റിനും ഓരോ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ കോമൺ ആയിട്ട് ഈ പറയുന്നതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ മേക്ക് ഷുവർ ഈ പറയുന്ന വാല്യൂസ് നമ്മുടെ പേഴ്സണൽ വാല്യൂസുമായിട്ട് ഓക്കെ ആയിട്ടാണോ നമ്മൾ ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പാഷൻ എന്ന് പറയുന്നതായിരിക്കാം ചിലപ്പോൾ NHSൻ്റെ വാല്യൂസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഈ പേഴ്സൺ സ്പെസിഫിക്കേഷൻ എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ വാല്യൂ, അതായത് കമ്പാഷനേറ്റ് എന്നുള്ള വാല്യൂ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ ഈ പറയുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എഴുതുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസിൻ്റെ ഒരു ആവശ്യമുണ്ട്. എന്ത് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എഴുതുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ? NHSലെ ഏത് ജോബ് അഡ്വർടൈസ്മെന്റിനും 2 കാര്യങ്ങൾ അവർ നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടാവും. 1 പേഴ്സൺ സ്പെസിഫിക്കേഷൻ, 2 ജോബ് ഡിസ്ക്രിപ്ഷൻ. ഈ 2 കാര്യങ്ങളും NHSന്റെ എല്ലാ ജോബ് അഡ്വർടൈസ്മെന്റിനകത്തിലും അവർ കൊടുത്തിട്ടുണ്ടാവും. ഈ പറയുന്ന NHS ജോബ് അഡ്വർടൈസ്മെന്റിനകത്തുനിന്ന് ഈ ജോബ് ഡിസ്ക്രിപ്ഷനും പേഴ്സൺ സ്പെസിഫിക്കേഷനും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. വായിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, അവർ പറഞ്ഞേക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. 2, NHS ട്രസ്റ്റിന്റെ വാല്യൂസും അവരുടെ മിഷനും. 3, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ക്രൈറ്റീരിയ അവരെന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത്. ഇത് ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ബാക്ക് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റീസിനകത്തിൽ അവരുദ്ദേശിക്കുന്ന കാര്യമായിട്ട് അവർ കൊടുത്തേക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് അണ്ടർ പ്രഷർ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നതെന്ന് വിചാരിക്കാം ജോബ് റെസ്പോൺസിബിലിറ്റീസിനകത്തിൽ. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്
എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ആലോചിച്ചെടുക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന സ്ഥലത്ത് ഞാൻ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക. കീ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി വർക്കിംഗ് അണ്ടർ പ്രഷർ അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ബിഹേവിയർ ഹാൻഡിൽ ചെയ്തിരിക്കണം എന്നാണ് യൂഷ്വലി മെൻ്റൽ ഹെൽത്ത് ആൻഡ് സപ്പോർട്ട് വർക്കർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോബ് റോൾസിനകത്തിൽ പറയുന്ന വൺ ഓഫ് ദ കീ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷനകത്തിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും NHS ജോബ്സോ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ജോബ് റോൾസിൽ നിന്ന് വന്നവരായിരിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ചിലപ്പം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യോ എനിക്കതില്ല, അത് കാരണം എനിക്ക് കിട്ടില്ല എന്നുള്ള അങ്ങനത്തെ ഒരു വിചാരം വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് ഇതിനു മുന്നേ എന്തെങ്കിലും തരത്തിലുള്ള ചാലഞ്ചിങ് ബിഹേവിയർ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? മേ ബി പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നോക്കാൻ നിന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ജോബ് റോളിലായിരിക്കാം. എന്തെങ്കിലും XOY ചാലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങൾ മാനേജ് ചെയ്തതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആ എക്സ്പീരിയൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പറയാം, ഓക്കെ ഐ ഹാവ് ദ സ്കിൽസ്, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഈ പറയുന്ന സ്കിൽസ് ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് പേഷ്യൻസിൻ്റെ അടുത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജോബ് റോളും ആയിക്കോട്ടെ, നമ്മൾ ജോബ് അഡ്വർടൈസ്മെൻറ്റ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനും പേഴ്സൺ സ്പെസിഫിക്കേഷനും നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് കീ റെസ്പോൺസിബിലിറ്റീസ്, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ക്രൈറ്റീരിയ, NHS ട്രസ്റ്റിൻ്റെ വാല്യൂസും മിഷനും നന്നായിട്ട് നോട്ട് ചെയ്യുക. അതിനകത്തിൽ നിങ്ങൾക്ക് പ്രീവിയസ്ലി ജോബ് റോൾസിനകത്തിലുള്ള എക്സ്പീരിയൻസസ് എല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിന് വേണ്ട പ്രിപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് കിട്ടി, നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കിത് സ്ട്രക്ചർ ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട്. സ്ട്രക്ചർ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് എസ്സേ റൈറ്റിങ്ങിനൊക്കെ നമ്മളെ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിൽ നമ്മൾ പറയില്ലേ, ഒരു ഇൻട്രോ ഉണ്ടായിരിക്കണം, ഒരു മെയിൻ ബോഡി ഉണ്ടായിരിക്കണം, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഈ 3 പാർട്ടിനും 3 സ്പെസിഫിക് കാര്യങ്ങളായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇനി ഇൻട്രൊഡക്ഷനകത്തിൽ എന്തായിരിക്കും, നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ourselves. അവർക്ക് അറിയില്ല ആരാണ് നമ്മളെന്നുള്ളത്. നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒന്നും എഴുതാനായി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇത്രയും നാൾ എന്താണ് ഞാൻ വർക്ക് ചെയ്തത് തുടങ്ങിയ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രോ കൊടുക്കുക. ആൻഡ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്തുകൊണ്ടിട്ടാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ ജോബ് റോളിൽ, ആൻഡ് ഓൾസോ ഈ പറയുന്ന പെർട്ടിക്കുലർ ട്രസ്റ്റിലുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ എന്നെ പറ്റിയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, ആൻഡ് ഞാൻ ഈ ജോബ് റോളിലോട്ടാണ് ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ ജോബ് റോൾ എന്തുകൊണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് സൈക്കോളജിസ്റ്റിൻ്റെ ജോബ് റോളിലാണ് ഞാൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ മേ ബി എൻ്റെ കരിയർ പ്രോഗ്രഷൻ കാരണമായിരിക്കും ഞാൻ ഈ ജോബ് റോളിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. XOY റീസൺസ് നിങ്ങൾ ആ പറയുന്ന പെർട്ടിക്കുലർ ജോബിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള റീസൺ കൊടുക്കുക. എന്നിട്ടൊന്ന് ചിന്തിച്ചിട്ട് നോക്കുക എന്തുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സ്പെസിഫിക് ജോബ് റോളിൽ ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു റീസൺ. ആൻഡ് ജോബ് റോളിൽ സ്പെസിഫിക് ആയിട്ട് ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് എൻ്റെ ഒരു കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ട് എനിക്ക് നല്ലതാണ്, അതുകൊണ്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അത് മാത്രം ഞാൻ എഴുതിയാൽ പോരെ, എന്തുകൊണ്ട് ഈ സ്പെസിഫിക് NHS എന്നുള്ളതും കൂടെ ഞാൻ മെൻഷൻ ചെയ്യണം. കാര്യം അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് ജോബ് റോൾ കിട്ടുന്ന ഇഷ്ടം പോലെ NHS ട്രസ്റ്റുകളുണ്ട്. ഇപ്പം ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കർ ആയിക്കോട്ടെ, ഇതൊക്കെ എല്ലാ ട്രസ്റ്റിലും ഉണ്ട്. എന്തുകൊണ്ടിട്ട് ഈ പെർട്ടിക്കുലർ ട്രസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, എന്തിന് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ഓൾറെഡി നിങ്ങൾക്ക് കെയർ ഹോമിൽ എവിടെയെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര നാളത്തെ കെയർ ഹോം എക്സ്പീരിയൻസ് എനിക്കുണ്ട്, ഞാൻ ജോബ് റോളിലാണ് എനിക്കിനി വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ലൈക്ക് വാട്ട് ആർ യുവർ ക്വാളിഫിക്കേഷൻസ്, നിങ്ങൾ ശരിക്കും ക്വാളിഫൈഡ് എന്തിലാണ്, നിങ്ങളുടെ ഡിഗ്രീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. എന്നിട്ട് എന്തുകൊണ്ടിട്ട് നിങ്ങൾ ഈ ജോബ് റോളിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നു ആൻഡ് വൈ ദിസ് ട്രസ്റ്റ്. ഇത് ഇത്രയും ചെയ്യുമ്പോൾ ഇൻട്രോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മെയിൻ ബോഡി. അതിനകത്തിലാണ് കുറച്ചും കൂടെ നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എന്താണ് മെയിൻ ബോഡിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന, നമ്മൾ കുറച്ച് മുന്നേ ഇരുന്നിട്ട് ആലോചിച്ചെടുത്ത കഥകളുണ്ടല്ലോ, ലൈക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് നടന്നിരുന്ന എക്സ്പീരിയൻസസ്, കാര്യങ്ങൾ നമ്മൾ കുറച്ച് മുന്നേ നോട്ട് ഡൗൺ ചെയ്തില്ലേ, ആ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡിങ് സ്കിൽസ് എല്ലാം വരുന്നത് ഈ പറയുന്ന മെയിൻ ബോഡി എഴുതുമ്പോഴത്തേക്കാണ്. നമ്മൾ ഇത്രയും നേരം നോട്ട് ഡൗൺ ചെയ്തിരുന്ന നമ്മുടെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിരുന്നതൊക്കെ തന്നെ ഇവിടെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും? NHS ജോബ് അഡ്വർടൈസ്മെൻറ്റിനകത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ജോബ് സ്പെസിഫിക്കേഷൻ. കുറച്ച് മുന്നേ പറഞ്ഞത് തന്നെ. ആ ജോബ് സ്പെസിഫിക്കേഷന് വേണ്ട രീതിയിൽ നമ്മൾ നേരത്തെ നോട്ട് ഡൗൺ ചെയ്തിരുന്ന നമ്മുടെ സ്കിൽസും എക്സ്പീരിയൻസസും ഒക്കെ ഇനി മാറ്റി എഴുതണം. മാറ്റി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്തിട്ട് എഴുതുന്നതാണ് ഈ പറയുന്ന മെയിൻ ബോഡി. എങ്ങനെ നമ്മൾ കഥ എഴുതും? ഡയറക്റ്റായിട്ട് ഞാൻ പണ്ട് അവിടെ വർക്ക് ചെയ്തിരുന്നപ്പോൾ അങ്ങനെയല്ല. നമ്മൾ യൂഷ്വലി ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും
ഈ പറയുന്ന എക്സ്പീരിയൻസസ് നോട്ട് ഡൗൺ ചെയ്യുന്നതിന് ടെക്നിക്കുണ്ട്. സ്റ്റാർ ടെക്നിക്ക് എന്ന് പറയും. യൂഷ്വലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത് കേട്ടോ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നു. വാട്ട് ഈസ് സ്റ്റാർ ടെക്നിക്? STAR. S is for situation, T for task, A for action, R for result. അതാണ് സ്റ്റാർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ S for situation. നിങ്ങൾ എന്ത് സിറ്റുവേഷനിലായിരുന്നു ഇതിനു മുന്നേ ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് കിട്ടിയിരുന്ന ടാസ്ക് എന്തായിരുന്നു? നിങ്ങൾ അതിൽ എന്ത് ആക്ഷൻ എടുത്തു? അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഇപ്പം ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ് പേഴ്സൺ സ്പെസിഫിക്കേഷൻ അതിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്ന ചാലഞ്ചിങ് സിറ്റുവേഷൻ എന്തായിരുന്നു? അതാണ് S എന്ന് പറയുന്നതിനകത്തിൽ നിങ്ങൾ വിവരിക്കേണ്ടത്. അതിനകത്തിൽ നിങ്ങളുടെ ടാസ്ക് എന്തായിരുന്നു? ആ ചാലഞ്ചിങ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ടാസ്ക് എന്തായിരുന്നു? എന്ത് ആക്ഷൻ ആയിരുന്നു നിങ്ങൾ ആ ചാലഞ്ചിങ് സിറ്റുവേഷൻ അതിൽ എടുത്തിട്ടുണ്ടായിരുന്നത്? അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഈ 4 കാര്യങ്ങൾ എഴുതുമ്പോഴത്തേക്ക് ഒരു പേഴ്സൺ സ്പെസിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ആയി. നമ്മൾ ആ പറയേണ്ട കഥയായി. ചാലഞ്ചിങ് ബിഹേവിയർ തന്നെ നമുക്ക് എടുക്കാം. അതിനകത്തിൽ എൻ്റെ പ്രീവിയസ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കർ ജോബ് റോളിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പേഷ്യൻ്റ് ത്രോ ചെയ്ത് അല്ലെങ്കിൽ പേഷ്യൻ്റ് കാണിച്ച ചാലഞ്ചിങ് സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതായിരിക്കാം ഞാനിപ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിനകത്തിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ വെക്കാൻ പറ്റും? എൻ്റെ സിറ്റുവേഷൻ എന്താണ്? പേഷ്യൻ്റ് ചാലഞ്ചിങ് ബിഹേവിയർ കാണിച്ച സാധനം, അതാണ് എൻ്റെ സിറ്റുവേഷൻ. ടാസ്ക് എന്താണ്? ഞാനാണ് സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. A എന്താണ്? ആക്ഷൻ. ഞാൻ എന്ത് ആക്ഷനാണ് എടുത്തത്? ചിലപ്പോൾ ഞാൻ മുകളിലോട്ടുള്ള അതോറിറ്റീനെ വിളിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ട് സീക്ക് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കാമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തതായിരിക്കാം. അതാണ് ഞാൻ ആക്ഷൻ എടുത്തത്. അതിൻ്റെ റിസൾട്ട് എന്താണ്? റിസൾട്ട് പേഷ്യൻറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചാലഞ്ചിങ് ബിഹേവിയർ അവർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റിസ്കിലോട്ട് പോവാതെ ഞാനത് പ്രിവെൻറ്റ് ചെയ്തു. അതായിരിക്കാം റിസൾട്ട്. സോ ഇതാണ് സ്റ്റാർ ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ സിറ്റുവേഷൻ പറയണം, നമ്മുടെ ടാസ്ക് എന്തായിരുന്നു എന്ന് പറയണം, നമ്മൾ എന്ത് ആക്ഷൻ എടുത്തു, നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു. ഇത് ഇത്രയും പറയുമ്പോഴത്തേക്ക് ഒരു ജോബ് സ്പെസിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ഒരു പേഴ്സൺ സ്പെസിഫിക്കേഷൻ്റെ കാര്യമായി. ഇപ്പോൾ ഒരു പേഴ്സൺ സ്പെസിഫിക്കേഷനകത്തിൽ അവർ പറയുകയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ വീട്ടിലോ എപ്പോഴെങ്കിലും നിങ്ങൾ കാണിച്ച ഒരു ലീഡർഷിപ്പ് സ്കില്ലിനെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി. എന്ത് സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ ലീഡർഷിപ്പ് സ്കില്ല് കാണിച്ചത്? നിങ്ങളുടെ ടാസ്ക് എന്തായിരുന്നു? അതിൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു? അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് XOY. ചിലപ്പം നന്നായിട്ട് പോയെന്നായിരിക്കും, ചിലപ്പം പന്നലായിട്ട് പോയെന്നായിരിക്കും. നന്നായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി, ഞാൻ ഇനിയും ചെയ്യും എന്നുള്ളത്. മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിനകത്തിൽ പോയില്ലെങ്കിലും റിസൾട്ട് വരെ നിർബന്ധമായിട്ടും എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സ്റ്റാർ ടെക്നിക്ക് എന്നും പറഞ്ഞിട്ടല്ല നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് വരുമ്പോഴത്തേക്ക് എഴുതുന്നത്. നമ്മൾ ഈ ടെക്നിക്ക് സ്റ്റാർ എന്ന് പറയുന്ന മെത്തേഡ് നമ്മുടെ മൈൻഡിലുണ്ടായാൽ മതി. നമ്മളിത് എഴുതുമ്പോഴത്തേക്ക് പേഴ്സൺ സ്പെസിഫിക്കേഷനകത്തിലുള്ള സ്കിൽസ് എഴുതുമ്പോൾ ഓരോ സ്കില്ലിനും എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് കൊടുത്തിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോ വായിക്കുന്നവർക്ക് മനസ്സിലാവും, ഓക്കെ, ദ പേഴ്സൺ ഹാസ് ഗോട്ട് സം സ്കിൽസ്, അല്ലെങ്കിൽ ദ പേഴ്സൺ ഹാസ് ഗോട്ട് സം എക്സ്പീരിയൻസ് വിത്ത് റെലവൻറ്റ് എക്സ്പീരിയൻസ് വിത്ത് ദ വർക്ക് ഹീ ഈസ് അബൌട്ട് ടു ഡു. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. യൂഷ്വലി പറയാൻ പറ്റുന്ന സ്കിൽസ് എന്തൊക്കെയാണ് നമുക്കുള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാനിന്ന് പറഞ്ഞു പോകാം. സോ ലാംഗ്വേജ് സ്കിൽസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് സ്കിൽസ് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് അതിപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർ ടെക്നിക്ക് വെച്ചിട്ട് പറയണം എന്നൊന്നുമില്ല. സ്റ്റാർ ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഈ പറയുന്ന പേഴ്സൺ സ്പെസിഫിക്കേഷൻ അതിൽ പറഞ്ഞേക്കുന്ന സ്കിൽസും റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾ എവിടെയെങ്കിലും പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിനകത്തിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇത് അഡീഷണൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് തിങ് ഇസ് ലാംഗ്വേജ് സ്കിൽസ്. നമ്മൾ ബൈലിംഗ്വൽ ആണ്, നമുക്ക് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും ദാറ്റ് വി ക്യാൻ ഹാൻഡിൽ മോർ ദാൻ വൺ ലാംഗ്വേജ്. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാര്യം NHSൽ കൂടുതലും വരുന്ന പേഷ്യൻസ് ഒക്കെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ മാത്രമല്ല, പല പല ലാംഗ്വേജസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ലാംഗ്വേജ് മോർ ദാൻ വൺ ലാംഗ്വേജ് അറിയുന്നത് കുറച്ച് ബെനിഫിഷ്യൽ ആണ്. സോ വൺ തിങ് അത് നമുക്ക് പറയാം. അതേപോലെ തന്നെ നമ്മൾ ഡൈവേഴ്സ് കൾച്ചറിലാണ് വളർന്നേക്കുന്നത്. അതേപോലെ തന്നെ ഡൈവേഴ്സ് കൾച്ചറിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പല ടൈപ്പിൽ പല കൾച്ചറിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം NHS എന്ന് പറയുന്ന ഒരു ഡൈവേഴ്സ് കൾച്ചറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ എനിക്ക് ആ സ്കില്ല് ഭയങ്കരമായിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഓൾസോ ഐ അക്സെപ്റ്റ് ആൻഡ് റെസ്പെക്ട് ദ കൾച്ചർ. അങ്ങനെ അതായത് നമ്മൾ പറയുമ്പോൾ നമ്മളെ തന്നെ സെല്ല് ചെയ്യുന്നൊരു പാർട്ടാണ് സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്. അപ്പം നിങ്ങളെ പറ്റിയിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എന്തൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പ്രൊഫൈല് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരെണ്ണമാണ് ലാംഗ്വേജും ഈ പറയുന്ന മൾട്ടി ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറിൽ നമ്മൾ വർക്ക് ചെയ്ത കാര്യങ്ങൾ. ജോബിനകത്തിൽ നിങ്ങൾക്ക് ചോദിക്കാതിരിക്കാം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഡ് ചെയ്യേണ്ട വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ടീം പ്ലെയർ. ഇവിടെ ടീമിൽ നന്നായിട്ട് നിൽക്കുക, ഒരു ടീം പ്ലെയർ ആയിരിക്കുക എന്ന് പറയുന്നത്
NHS വർക്ക് കൾച്ചറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അവരത് നന്നായിട്ട് നോക്കുന്നതാണ്. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ടോ, ടീം പ്ലെയർ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ, ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളത്. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ടീം പ്ലെയേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരാൾ ക്രിറ്റിസിസം ആണെന്നുണ്ടെങ്കിൽ അത് ഹാപ്പിലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുള്ളത് സെല് ചെയ്യാൻ പറ്റുന്നതും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ടീം പ്ലെയർ, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, അതേപോലെ തന്നെ ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടെന്ന് പറയുന്നതും നല്ലൊരു കാര്യമാണ്. പിന്നെ കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലോട്ടുള്ള ജോബ് പൊസിഷൻസ് ആണെങ്കിൽ ടീച്ചിങ് സ്കിൽസ് ഇവർ അത്യാവശ്യം നന്നായിട്ട് നോക്കുന്ന ഒരു സാധനമാണ്. ടീച്ചിങ് സ്കിൽസും ലീഡർഷിപ്പ് സ്കിൽസും കുറച്ചും കൂടെ ബാൻഡ് കൂടിയ ജോബ് റോൾസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഓഡിറ്റ് ട്രയൽസ്, ഓഡിറ്റിന് പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പേഴ്സൺ സ്പെസിഫിക്കേഷൻ അതിലെ കാര്യങ്ങളൊന്നും തന്നെ എനിക്കില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഈ ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ ജോബ് അപ്ലൈ ചെയ്യണ്ടേ എന്ന് ഒരു തോട്ട് വരാം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എവിടെ വർക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിലും, ഈവൻ ഫോർ വോളണ്ടറി വർക്ക് ആയിക്കോട്ടെ, നമ്മളിത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2018 നടന്ന ഫ്ലഡിൻ്റെ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്തതായിരിക്കാം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത സ്കില്ലാണെങ്കിൽ കൂടി യു ക്യാൻ ഈവൻ ഇൻക്ലൂഡ് ദാറ്റ്. അതൊരു പെയ്ഡ് അല്ല, അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ഇവൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നാച്ചുറൽ കലാമിറ്റിയിൽ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ടീം പ്ലെയർ ആയിട്ട് നിന്നതും അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽസ് നമ്മൾ കാണിച്ചതും ഒക്കെ തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് വേണ്ടത് നമ്മളെ എങ്ങനെ സെല്ല് ചെയ്യാൻ അറിയുന്നു എന്നുള്ളതിലാണ് കാര്യം. റാദർ ദാൻ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഞാൻ ഈ പറയുന്ന ഒക്കെ തന്നെ എൻട്രി ലെവൽ ജോബ്സ് ആട്ടോ. ഇപ്പം മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കർ ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം, നിങ്ങൾ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ദ ജോബ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ചില ജോബ്സിന് സ്പെസിഫിക് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ടാവും, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഹോപ്പ്. ബട്ട് അത് താൻ യൂഷ്വലി എൻട്രി ലെവൽ ജോബ്സിലൊക്കെ തന്നെ നമ്മളെ എക്സ്പീരിയൻസ് മാറ്റർ ചെയ്യുന്നില്ല. റാദർ താൻ നമുക്കത് ജോബ് ചെയ്യാൻ നമ്മളെ കൊണ്ടിട്ട് കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ ഈ കൈൻഡ് ഓഫ് ജോബ് സ്കിൽസ് നമ്മളെ പറ്റിയിട്ട് പറയാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആദ്യം വെക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് റിഫൈൻ ചെയ്തിട്ടാണ് നല്ലൊരെണ്ണം ആക്കുന്നത്. എൻ്റെ ആദ്യത്തെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഒക്കെ തന്നെ ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. മിക്കതിനും റിജക്ഷൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ തന്നെ വിചാരിച്ചിട്ടും ഇതൊക്കെ കിട്ടുമോ എന്നുള്ളൊരു ഫീലിംഗ് നന്നായിട്ട് വന്നൊരു ടൈം തന്നെ ഉണ്ടായിരുന്നു. വൈ? ബിക്കോസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് കൊള്ളില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിലാണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. യു ക്യാൻ ഈവൻ യൂസ് AI ഹെൽപ്പ്. AIയുടെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ ആ ഡോക്യുമെന്റിനകത്തിൽ നിങ്ങൾ AIയുടെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് നല്ലതായിരിക്കും. കാര്യം അവർക്കത് എടുക്കാനായിട്ട് മനസ്സിലാക്കാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചീറ്റ് ചെയ്തതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ചില ആപ്ലിക്കേഷൻസിനകത്തിൽ അവർ സ്പെസിഫിക്കലി പറയുന്നുണ്ട് AI യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂട്ടിലൈസ് AI ഫോർ ദാറ്റ്. ലൈക്ക് എങ്ങനെ ആ ഡോക്യുമെന്റ് സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിനകത്തൊന്നൊരു മോഡൽ എടുക്കാം. പക്ഷേ AI ഇട്ട് കൊടുത്തിട്ട് AIയുടെ അതേ സാധനം എടുത്ത് വെക്കുന്നത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് യൂസ് ഇല്ല. കാര്യം ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട്. ആ ഇന്റർവ്യൂ പെർഫോമൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ജോബ് കിട്ടാനായിട്ട്. സോ ബെറ്റർ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സിമിലർ കൈൻഡ് ഓഫ് ജോബ് റോളിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇല്ലാത്ത കാര്യങ്ങൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിനകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് വെക്കുന്നത് അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. മിക്കവാറും നമ്മൾ ഈ പറയുന്ന സ്കിൽസും എക്സ്പീരിയൻസസും ഒക്കെ തന്നെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. നമ്മൾക്ക് ഈ പറയുന്ന +2 വരെ പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കാണിച്ചിട്ടുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ടൈം മാനേജ്മെന്റ് സ്കിൽസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ചാലഞ്ചിങ് ബിഹേവിയർ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള സ്കിൽസൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് നമുക്കിവിടെ എങ്ങനെ സെല്ല് ചെയ്യാൻ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കൂടുതലും എൻക്വയറീസ് DM വരുന്ന ഒരു കാര്യമാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഒന്ന് നോക്കാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് നോക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഇൻഡിവിജ്വൽ ഹാസ് ദെയർ ഓൺ എക്സ്പീരിയൻസ്. എൻ്റെ എക്സ്പീരിയൻസോ എൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേറെ ആൾക്ക് കിട്ടുന്നതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല. നമുക്ക് ആ ഒരു മോഡൽ മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഇങ്ങനെയാണെന്നുള്ളത്. അല്ലാണ്ട് ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അതേപടി കോപ്പി അടിക്കുന്നതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം എൻ്റെ എക്സ്പീരിയൻസ് അല്ല വേറെ ആളുടെ എക്സ്പീരിയൻസ്. സോ മേക്ക് ഷുവർ ദാറ്റ് ഓരോ ജോബ് റോളിനും ഓരോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റും ആയിരിക്കും. കാര്യം ചില സമയത്ത് ഒരു ജോബ് റോൾ മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് ടൈലർ ചെയ്തിട്ട് വേണം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വെക്കാൻ. ഒരേ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എല്ലാ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കർ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം നോക്കുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം.
ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് നിങ്ങൾ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ടാക്കി, ഇറ്റ് ഡസൻ മീൻസ് എല്ലാ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബിനും ഒരൊറ്റ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് മതിയെന്ന് അല്ല. ചിലയിടത്ത് പേഴ്സൺ സ്പെസിഫിക്കേഷൻ മാറുന്നുണ്ട്, ചിലയിടത്ത് ജോബ് റോൾസ് മാറുന്നുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓൾഡർ അഡൽട്സിലായിരുന്നു. ഞങ്ങളുടെ രണ്ട് കൂട്ടരുടെയും ജോബ് റോൾസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ടാക്കി, ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വെച്ചിട്ട് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിന് പറ്റുന്ന ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ടാക്കി അത് തന്നെ എടുത്തിട്ട് ഓൾഡർ അഡൽട്സിൽ ചെയ്യുന്നോണ്ടിട്ട് കാര്യമില്ല. കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കണം എന്നല്ല, പക്ഷെ അഡോളസെന്റിന് വേണ്ട കുറച്ച് സ്കിൽസ് കുറച്ചും കൂടെ ആഡ് ചെയ്യുക, ഓൾഡർ അഡൽട്സിന് വെക്കുമ്പോഴത്തേക്ക് ഓൾഡർ അഡൽട്സിന് പറ്റുന്ന കുറച്ചും കൂടെ സ്കിൽസ് ആഡ് ചെയ്യുക. അങ്ങനെ അത് ടൈലർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കുറച്ച് നമ്പർ ഓഫ് ജോബ്സിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലുമൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് പിക്ക് ചെയ്ത് തുടങ്ങും. ആദ്യത്തെ ഒന്നും അല്ല ഞാൻ പറയുന്നത്, ആദ്യത്തെ പിക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല കാര്യം, പക്ഷേ ആദ്യത്തത് കിട്ടുന്നില്ല. കുറച്ച് നമ്മളിത് റിഫൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഒരു റിഫൈൻഡ് പ്രോസസ്സിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. വൺസ് നമുക്ക് എപ്പോഴാണോ കിട്ടി തുടങ്ങുന്നത് പിന്നെ അതിനകത്തിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം വെക്കേണ്ട കാര്യം വരുന്നില്ല. കിട്ടി തുടങ്ങാനാണ് പാട്. വൺസ് കിട്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂ കിട്ടിക്കൊണ്ടിരിക്കാനായിട്ട് എളുപ്പം. കാരണം നമ്മൾ ഈ നല്ലൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയി നമ്മുടെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്തിൽ മാറ്റിക്കൊണ്ടിരിക്കാം. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, നമുക്ക് NHS ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റുമോ, ഡിപ്പെൻഡന്റ് വിസയ്ക്ക് വിഷയം വരുന്നുണ്ടോ? NHS ഡിപ്പെൻഡന്റ് വിസയ്ക്ക് യാതൊരു പ്രശ്നം വരുന്നില്ല. കെയർ ഹോമിനാണ് ഇതുവരെ ആസ് ഓഫ് നൗ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. NHS നിങ്ങൾ ബാൻഡ് 3 ആണോ ബാൻഡ് 7 ആണോ, നിങ്ങൾക്ക് ഏത് ബാൻഡ് ആണെന്നുണ്ടെങ്കിലും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റും. NHS അങ്ങനെയുള്ളൊരു കാര്യം വരുന്നില്ല. അതുമല്ല, വിസയ്ക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, വിസയ്ക്കൊന്നും നമ്മൾ പൈസ കൊടുക്കുന്നില്ല. വിസ ആപ്ലിക്കേഷൻ ഫീ മാത്രമാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ വേറൊരു കാര്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നേ, വൺസ് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ട്രസ്റ്റിലോട്ട് മാറുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല. എനിക്ക് ജോബ് കിട്ടിയ ഒരു 5 months ഞാൻ ഫസ്റ്റ് ട്രസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ നോട്ടീസ് പീരീഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. നോട്ടീസ് പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത NHS ട്രസ്റ്റിലോട്ട് മാറി. നമുക്ക് അതിന് ഫൈനോ ഫീസോ ഒന്നും തന്നെ വരുന്നില്ല. ഇന്നത്തെ ഒരു ഡൗട്ട് ആൾക്കാർ ചോദിക്കാറുള്ളത് NHS സ്പോൺസർഷിപ്പ് കൊടുക്കുമോ എന്നുള്ളതാണ്. NHS സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ട്രസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഓൾറെഡി ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് മാറാൻ നിൽക്കുന്നവരാണ്, അതായത് സ്റ്റുഡൻഷിപ്പ് കഴിഞ്ഞിട്ട് മാറാൻ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ PSW കഴിഞ്ഞിട്ട് മാറാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ജോബ് സ്വിച്ച് ചെയ്യാനായിട്ട് യാതൊരു ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സ്റ്റുഡൻസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മാറാൻ പറ്റില്ല. നിങ്ങൾ വൺസ് നിങ്ങളുടെ സ്റ്റഡീസ് ഫിനിഷ് ഓഫ് ചെയ്തിട്ട് മാത്രമേ മാറാൻ പറ്റുള്ളൂ. അത് താൻ ദാറ്റ് എനിക്ക് തോന്നിയിട്ടില്ല റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത്. കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമ്മൾ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എഴുതുമ്പോഴത്തേക്കുള്ള കുറച്ച് ടിപ്സ്. നമ്മൾ 1500 ആണ് വേർഡ് ലിമിറ്റ് പറയുന്നത്. ഒരു 1000 to 1500 നിർത്തുക. ബിലോ 1000 ആണ്ട് എബോ 1500 ആണ്. എബോ 1500 ആണെങ്കിൽ ഉറപ്പായിട്ടും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബിലോ 1000 ആവാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക. നമ്മളുള്ള സ്കിൽസ് തന്നെ നമ്മൾ സെല് ചെയ്യാനായിട്ട് അറിയാമെന്നുള്ളതാണ് ഇതിനകത്തിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. അത് ഇന്റർവ്യൂവിനും അതൊക്കെ തന്നെ കേട്ടോ. എൻട്രി ലെവൽ ജോബ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളൊന്ന് ഒരു ഡിസ്ക്രൈബ് ചെയ്ത് പറയാനും എഴുതാനും പഠിച്ചു കഴിഞ്ഞാൽ NHS ജോബ് റോളിൽ ഉറപ്പായിട്ടും NHS ജോബ് കിട്ടാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പുറകിൽ നല്ല ഹാർഡ് വർക്കും നല്ല പ്രിപ്പറേഷനും ആവശ്യമാണ്. അതേപോലെ തന്നെ റിജക്ഷൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സീനും ഇല്ല, ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ആ ഒരു ലൈനിൽ നിൽക്കുക. കാര്യം ഇറ്റ്സ് ഫൈൻ. നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു NHS ജോബ് അത്ര ഒരു വലിയ ബിഗ് ഡീലല്ല. ഒരുപാട് പേര് കെയർ ഹോമിന്റെ വിസയ്ക്ക് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങൾ കെയർ ഹോം വിസ മോശമാണെന്ന് കെയർ ഹോമിൽ പോകണ്ടെന്ന് ഒന്നും അല്ല പറയുന്നത്. പക്ഷെ കെയർ ഹോമിലേക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് എടുത്തിട്ട് വിസയ്ക്ക് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയും കൂടെ ഒരു ഓപ്ഷൻ ഉണ്ട്. സെയിം നമ്മൾ കെയർ ഹോമിൽ ചെയ്യുന്ന സിമിലർ കൈൻഡ് ഓഫ് ജോബ് റോൾ തന്നെയാണ് നമ്മൾ NHS ചെയ്യുന്നത്. കുറച്ചും കൂടെ സെക്യൂരിറ്റീസും കുറച്ചും കൂടെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ വിസയ്ക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. NHS അല്ലെ PSW കെയർ വിസയിലോട്ടൊക്കെ മാറാനായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ടൈം ഒട്ടും കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങളൊരു 3 മാസം അഡ്വാൻസ് ആയിട്ട് ജോബ് പ്രിപ്പറേഷനും ജോബ് ആപ്ലിക്കേഷനും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. എനിക്ക് നാളത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിലായിട്ട് വിസ മാറണം, ഞാൻ ഇപ്പം NHS സ്റ്റാർട്ട് ചെയ്താൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NHSന്റെ ജോബ് പ്രോസസ്സ് ഈവൻ ഇഫ് നിങ്ങൾക്ക് അത് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൺസ് നമുക്ക് ജോബ് ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജോബിലേക്ക് കയറാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ കുറച്ചൊരു ടൈം കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു 3 months ബിഫോർ ഹാൻഡ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ എഴുതുമ്പോഴത്തേക്കുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 1500 നിർത്താനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ഭയങ്കര കടുകട്ടി വേർഡ്സ് ഒന്നും യൂസ് ചെയ്ത്, അതായത് ജാർഗൺസ് യൂസ് ചെയ്ത് എഴുതുന്നതിലും സിമ്പിൾ ആൻഡ് ഫോർമൽ ആയിട്ട് യൂസ് ചെയ്ത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് വരിക. കൂടുതലായിട്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും അധികം വരുത്താതെ നോക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മസ്റ്റ് ആയിട്ടും വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രൂഫ് റീഡ് ചെയ്യുക. വായിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ചില സമയത്ത് നമ്മൾ എഴുതി പോകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലൊന്നായിരിക്കും, എഴുതി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതി കാണുള്ളൂ. സോ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടെ വായിക്കാൻ പറ്റുന്നുണ്ട്, കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ
ഫ്രണ്ട്സോ മെൻറ്ററോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാൻ കൊടുത്തിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. കാര്യം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര കിടിലോ ആയിരുന്നല്ലോ, എന്നിട്ട് എന്തായിരിക്കും കിട്ടാത്തതെന്ന് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾ വേറെ ആടയിൽ കൊടുക്കുമ്പോഴായിരിക്കും ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നായിരിക്കും അവർ പറയാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വായിക്കാൻ പറ്റുന്ന ഒരു വേറെ ആളുടെയും കൂടെ ഒന്ന് കൊടുത്തു നോക്കും, ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും നന്നായിരിക്കും. ഡോക്യുമെന്റ് എപ്പോൾ വായിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്നും കൂടെ ഡബിൾ ചെക്ക് ചെയ്യുക. നമ്മൾ പേഴ്സൺ സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, നമ്മൾ വിചാരിച്ചുകൊണ്ട് വെച്ചിരുന്ന ഏതെങ്കിലും സ്കിൽസോ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസോ എന്തെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തെടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊന്ന് വെക്കാനായിട്ടും കൂടെ ട്രൈ ചെയ്യാം. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിനെ പറ്റിയിട്ട് വരുന്ന ഒരു ഔട്ടർ സ്കെച്ചാണ് ഞാൻ തന്നേക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു സ്കെൽറ്റൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സ്പെസിഫിക് ആയിട്ട് വരുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഒക്കെ തന്നെ അവരവരുടെ എക്സ്പീരിയൻസസും ആ ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒന്നും കൂടെ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ പറ്റുന്ന ഒരു സാധനം തന്നെ ഉള്ളൂ ഈ NHS ജോബ്സ് എന്ന് പറയുന്ന ഒരു ബാലികേറാമലയായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമില്ല. സോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് NHS ജോബ് റോളിലേക്ക് വെക്കേണ്ടതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. NHS ജോബ്സ് നോക്കുന്നവർക്കോ അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ ആപ്ലിക്കേഷൻ അയക്കുന്ന എല്ലാവർക്കും ഗുഡ് ലക്ക്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ റിപ്ലൈ ചെയ്യും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കോമെന്റ് ചെയ്തിട്ട് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ നടത്താം കേട്ടോ. And thank you so much for watching our video. And next video ആയിട്ട് NHS related ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. Stay tuned for next video. Take care. Bye.